ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാനും ബാവച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്നുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ജോലി ഇത് വെള്ളം കുടിക്കലാണ് കേട്ടോ. അപ്പം ഈ ബോട്ടിലിൽ വെള്ളം ഇന്നലെ പിന്നെ രാത്രി പിടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ ഇത്രയെങ്കിലും വെള്ളം രാവിലെ അകത്താക്കും, എന്നിട്ടാണ് അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തുള്ളൂ. സോ ആദ്യം വെള്ളം കുടിക്കട്ടെ. രാവിലെ എണീറ്റ ഉടനെ ചായയും കോഫിയും ഒന്നും കുടിക്കാറില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ ഉടനെ ഇത്തിരി വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം രാവിലെ ചായയും കോഫിയും കുടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ എണീക്കുമ്പം ഇത്തിരി വെള്ളം കുടിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ എന്താണ് രാവിലെ എണീറ്റ ഉടനെ ചായയാണോ കോഫിയാണോ കുടിക്കണതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി അടുത്ത് എന്താ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം ബദാം എടുത്ത് കഴിക്കും കേട്ടോ. കുറച്ച് ബദാം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ഇപ്പം ബദാമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇന്ന് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കാമെന്ന് ഓർത്തു. അപ്പം ഇന്ന് 3-in-1 കോഫി ആട്ടോ ഞാൻ കുടിക്കാൻ പോകുന്നത്. എന്നും കോഫി കുടിക്കത്തില്ല, വല്ലപ്പോഴും കോഫി കുടിക്കും. പക്ഷെ ഇന്ന് എനിക്ക് കോഫി കുടിക്കാനുള്ളൊരു ആഗ്രഹം. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കാൻ പോവാണ്. ഇതാണെങ്കിൽ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനും. അപ്പോൾ പിന്നെ സമയം ഇല്ലാത്ത ദിവസം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കും, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ വാവച്ചിക്കും സെയിം തന്നെ പത്തിരിയും മുട്ടക്കറിയാണ് കൊടുക്കുന്നത്. അപ്പം എനിക്ക് പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്, വാവച്ചിക്ക് വെള്ളമാണ് കഴിക്കുന്നത്. അല്ലേ വാവച്ചി? വാവച്ചിക്ക് പത്തിരി വലിയ ഇഷ്ടമല്ല, ദോശയാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ദോശമാവില്ലാത്തതുകൊണ്ട് ഞാൻ പത്തിരി. പിന്നെ ഏതാ ഇഷ്ടം? അല്ല, ഞാൻ പറഞ്ഞത് പത്തിരിക്ക് പകരം ദോശയല്ലേ ഇഷ്ടം കൂടുതലും, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മുട്ടക്കറിയും. പത്തിരിയും എഗ്ഗ് കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരിയും എഗ്ഗ് കറിയും. പിന്നെ ഇത് ഞാനുണ്ടാക്കിയ എഗ്ഗ് കറി ആയതുകൊണ്ട് മാത്രമല്ല, നല്ല അടിപൊളി എമ്മി എഗ്ഗ് കറിയാണ്. അല്ലേ വാജി? എമ്മി അല്ലേ എഗ്ഗ് കറി? നോർമലി എനിക്ക് പത്തിരിയും ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രാവിലെ തന്നെ ചിക്കൻ കറി കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് എഗ്ഗ് കറി ഉണ്ടാക്കിട്ടോ. ഈ എഗ്ഗ് കറി ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി എന്തൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നോ അതൊക്കെയായിരിക്കും ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അപ്പം കാരണം കിച്ചണിൽ അധികം നേരം നിൽക്കാൻ എനിക്കിഷ്ടമല്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം. അപ്പം ഇന്ന് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു എഗ്ഗ് കറിയാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി. സോ അപ്പം ഇനി നമ്മൾ ലഞ്ച് കഴിക്കുമ്പം കാണാം. ഓക്കെ. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് ചോറുണ്ട്, എഗ്ഗ് കറിയുണ്ട്, ഇത്തിരി യോഗട്ടുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, ബീഫുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം വാവച്ചിക്കും അതേപോലെ എഗ്ഗ്, ചോറ്, ഇത്തിരി പപ്പടം, ഇത്തിരി യോഗട്ട്, പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അല്ലേ വാച്ചി? എങ്ങനെയുണ്ട് ലഞ്ച്? നല്ലതാണോ? ഓക്കെ, കഴിച്ചോട്ടോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പോൾ ലഞ്ചിന് രാവിലെ ഉണ്ടാക്കിയ എഗ്ഗ് കറിയാണ്. അപ്പം ഞാനും വാവച്ചി മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വയ്ക്കില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും. ഇന്ന് ബീഫ് ഉള്ളതുകൊണ്ട് നമ്മൾ ബീഫാണ് വെച്ചത്. വാവച്ചി ബീഫ് കഴിക്കാത്തതുകൊണ്ട് വാവച്ചിക്ക് പപ്പടവും നെയ്യും യോഗട്ടൊക്കെ കൊടുത്തു അല്ലേ. അപ്പം അങ്ങനെ. കാരണം ഇച്ചാൻ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഇച്ചാൻ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കില്ല, അവിടുന്ന് കഴിക്കും. രാവിലെ ഇവിടുന്ന് ചിലപ്പോഴേ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ 2-3 കറിയൊന്നും വയ്ക്കില്ല. ഒരു കറിയും എന്തെങ്കിലും മെഴുക്കുവരട്ടി ചിലപ്പം ഞാൻ വയ്ക്കില്ല. ചിലപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഇങ്ങനെ ബീട്രൂട്ട് റൈസും ചീര റൈസും അങ്ങനെ കറി ഇല്ലാണ്ട രീതിയിൽ എളുപ്പത്തിന് വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് എഗ്ഗിൻ്റെ ചാറും കുറച്ച് ചോറും കുറച്ച് ബീഫ് വറുത്തതും ഇങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി ഒരു ഉരുള
ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞല്ല, വളരെ നല്ല അടിപൊളി ലഞ്ചാണ് നമുക്ക് ഇന്ന്. അല്ലേ ആച്ചി? ആച്ചി എങ്ങനെയുണ്ടോ ലഞ്ച് ഇന്നത്തെ? കറി എങ്ങനെയുണ്ടോ അമ്മ ഉണ്ടാക്കിയ? എഗ് കറി കൊള്ളാവോ? കഴിക്ക്, വേഗം കഴിക്കട്ടോ. ടാറ്റാ ആച്ചി, പിന്നെ വേണം. അത് കൊള്ളാലോ. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും വാവച്ചിക്ക് സ്നാക്ക് കൊടുക്കുവാണ് കേട്ടോ. വാവച്ചിക്ക് ആപ്പിളും ജ്യൂസുമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വാവച്ചി ഇത് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ടീ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ജിഞ്ചർ ടീ ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ജിഞ്ചർ ടീ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക്. എന്നിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്യും. ഞാൻ ചതച്ച ജിഞ്ചറാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ചെറുതായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ മിൽക്ക് ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ ജസ്റ്റ് തിള വരുമ്പോഴത്തേക്കും നമുക്ക് തേയിലപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തേയിലപ്പൊടി ആഡ് ചെയ്യാൻ കേട്ടോ. ഇതിനകത്ത് ഞാൻ 1.5 ടീസ്പൂൺ തേയിലപ്പൊടി ഇടും. കാരണം എനിക്ക് കടുപ്പം കൂടുതലുള്ള ചായയാണ് ഇഷ്ടം. കാരണം ഈ ചായപ്പൊടിക്ക് നല്ല കടുപ്പമാണ് കേട്ടോ. സോ നല്ല ടേസ്റ്റ് ആയിരിക്കും ജിഞ്ചർ ചായ ഇടുമ്പോൾ. ഇതിൻ്റെ അകത്ത് ഞാൻ ഏലക്ക ഇടുക. ഇപ്പോൾ ഏലക്ക ഇപ്പോൾ തീർന്നിരിക്കുന്നതുകൊണ്ട് ഏലക്ക മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഏലക്കയും ജിഞ്ചറും ഒക്കെ ഇട്ടുള്ള ചായ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കട്ടോ. ഇനി ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ബ്രൗൺ ഷുഗറാണ് നമ്മുടെ ചായക്കൊക്കെ ഉപയോഗിക്കാറ് എല്ലാത്തിനും. ഞാൻ മറ്റേ വൈറ്റ് ഷുഗർ ഫുള്ള് കട്ട് ചെയ്തേക്കാണ്. സോ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചായ ഊറ്റാം. ഞാനുണ്ടാക്കിയ ജിഞ്ചർ ചായ കുടിച്ച് നോക്കട്ടെ. വാവ്, നല്ല ടേസ്റ്റ്. ആവശ്യം എടുക്കുക. ജ്യൂസ് കുടിക്കുകയാണോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? എന്നാ കഴിക്ക്. എന്ത് ജ്യൂസാണ് ഇത് പറഞ്ഞേ? കുടിച്ച്. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ വാവച്ച് ജ്യൂസ് കുടിക്കും വൈകുന്നേരം, ചിലപ്പോൾ കുടിക്കില്ല. പിന്നെ ചിലപ്പോൾ പാല് കൊടുക്കും. കാരണം പാൽ എന്നും കുടിക്കത്തില്ല. അതുകൊണ്ട് മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത്. സോ ആ സമയം കൊണ്ട് ഞാൻ ചായ കുടിക്കുന്നത്. ഇത് എന്നും പറയാറല്ലോ അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്നാക്ക് ടൈം അല്ലെ? എന്നും അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? മാക്സിമം ഞാൻ എന്നും ഫ്രൂട്ട്സ് കൊടുക്കാൻ നോക്കും. പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. നീയോ? വാവച്ചിക്ക് ഫ്രൂട്ട്സ് ഡെയിലി ഏതെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കാം. ചിലപ്പം ഈവനിങ് ടൈം ഞാൻ മമ്മിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, അപ്പയ്ക്കും കൊടുക്കോ? അപ്പയ്ക്ക് കൊടുക്കും. എന്നിട്ട് എല്ലാം ചെയ്യാണ്. ഓ നൈസ്, ഗുഡ് ഗേൾ ആണല്ലോ. ഓ താങ്ക് യുടാ ഉമ്മ. അപ്പം വൈകുന്നേരം ചിലപ്പോഴാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ വാച്ചിക്ക്? ഓക്കെ, അപ്പൊ കഴിക്കാവോ? അപ്പൊ ഇനി നമ്മൾ ഇത് കഴിച്ചിട്ട് വരാം. നമുക്ക് ഡിന്നർ കഴിക്കുമ്പോ വരാം. സ്വാഗതോ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കുമ്പോ കാണാന്ന് പറ. ഇതാ മറ്റേ പ്രവീൺ പ്രണവോ എന്തോ ഒരു ചാനലില്ലേ, അവരുടെ ഇത് കോപ്പി അടിച്ച വാവച്ചി അല്ലേ? ഞാൻ കാണിക്കില്ല, അത് അവര് കാണിക്കുന്നു. വാവച്ചി കാണിക്കുന്ന, വാവച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിന്നർ സമയത്ത് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിന്നർ എന്താന്ന് വെച്ചാൽ ബ്രൗൺ ബ്രെഡും ചീസും പിന്നെ ബനാനയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ലൈറ്റ് ഡിന്നറാണ് നമ്മളിന്ന് ചൂസ് ചെയ്താക്കണേ. അപ്പം ഞാനും അതേ സെയിം ആണ്, ബ്രൗൺ ബ്രെഡും ചീസും അതിന് ബനാനയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇതൊന്നുമില്ല ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. ഇതൊരു ലൈറ്റ് ഡിന്നറാണ്. അപ്പം ഒന്ന് ഉച്ചയ്ക്ക് കുറച്ച് ബീഫൊക്കെ കഴിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ലൈറ്റ് ഡിന്നർ ആക്കാമെന്ന് ഓർത്തു.
ഇത് വാവച്ചിക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓക്കെയാണ്. കാരണം നമുക്ക് ചോറ് കൊടുക്കാനാണ് ഇത്തിരി പാട്. ചോറ് കൊടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെ ഇരുന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടെ ഇരുന്ന് കഴിച്ചാലേ കഴിക്കുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇപ്പം എവിടെയും കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നൊക്കെയുള്ള ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.